മാർച്ച് 21 ലോക ഡൗൺ സിൻഡ്രോം ദിനമായി ആചരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ 21-ാം ക്രോമസോമിൻ്റെ 3 പകർപ്പുകൾ ട്രൈസോം 21 ഉണ്ടാകുന്നതാണ് ഡൗൺ സിൻഡ്രോം. അതുകൊണ്ടാണ് 3-ാം മാസം 21-ന്, അതായത് മാർച്ച് 21-ന് ഈ ദിനമായി ആചരിക്കുന്നത്. ഒറ്റപ്പെടലിനെതിരെ ഒരുമിച്ച് എന്നതാണ് ഈ വർഷത്തെ ഡൗൺ സിൻഡ്രോം പ്രമേയം. കുട്ടികൾക്ക് പ്രത്യേക ശാരീരിക സവിശേഷതകളും വികസന കാലതാമസവും ഉണ്ടാകുന്നതാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ പ്രാഥമിക ലക്ഷണം. സംസാരശേഷി വളരെ കുറവായിരിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുമെങ്കിലും വാക്കുകൾ പുറപ്പെടുവിക്കുക കുറവായിരിക്കും. അതിനോടനുബന്ധിച്ച് ഹൃദ്രോഗങ്ങൾ, തൈറോയ്ഡ് തകരാറ്, കാഴ്ച കേൾവി പ്രശ്നങ്ങൾ തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നുണ്ട്. കുട്ടികൾക്ക് സ്ഥിരമായ ആരോഗ്യ പരിശോധനയും ചികിത്സയും വളരെ പ്രധാനമാണ്. എന്നാൽ ഡൗൺ സിൻഡ്രോം എന്നത് വെറും ഒരു രോഗത്തിൻ്റെ കഥയല്ല. ഈ കുട്ടികൾ പലപ്പോഴും അസാധാരണമായ സ്നേഹവും സൗഹൃദ സ്വഭാവവും സഹാനുഭൂതിയും നിറഞ്ഞവരാണ്. ശരിയായ പരിശീലനവും പിന്തുണയും ലഭിച്ചാൽ പഠിക്കാനും ജോലി ചെയ്യാനും സ്വതന്ത്ര ജീവിതം നയിക്കാനും കഴിയും. ലോകമെമ്പാടും ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾ വ്യത്യസ്ത മേഖലകളിൽ മികച്ചവരാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ജനിച്ച ഉടൻ നേരത്തെയുള്ള ഇടപെടൽ ആരംഭിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സൈക്കോതെറാപ്പി, പ്രത്യേക വിദ്യാഭ്യാസം എന്നിവയുടെ സഹായത്തോടെ കുട്ടികളുടെ കഴിവുകൾ പരമാവധി വികസിപ്പിക്കണം. ഡൗൺ സിൻഡ്രോമുള്ള കുട്ടികൾക്ക് നേരത്തെ തന്നെ ചികിത്സ നൽകിയാൽ അവരുടെ വളർച്ചാ നിലവാരം വളരെയധികം മെച്ചപ്പെടും. ഫലപ്രദമായ ജീവിതം നയിക്കാനും കഴിയും. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സ്നേഹവും അധ്യാപകരുടെ പിന്തുണയും സ്വീകരണവും അവരുടെ ആത്മവിശ്വാസം വളർത്തും. ലോക ഡൗൺ സിൻഡ്രോം ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടികൾക്കോ ഇവരെ പരിചരിക്കുന്നവർക്കോ നമ്മുടെ സഹതാപം ആവശ്യമില്ല. മറിച്ച് പിന്തുണയാണ് അവർക്ക് വേണ്ടത്. അവരെ സമൂഹത്തിൻ്റെ ഭാഗമായി കണക്കാക്കണം. ഒറ്റപ്പെടലല്ല, അവകാശവും അംഗീകാരവും അവസരവുമാണ് അവർക്ക് വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്.